രാജസ്ഥാനിൽ വീണ്ടും കുഴൽക്കിണറിൽ വീണ് അപകടം. കോട്ട്പുട്ലി ബഹ്റർ ജില്ലയിൽ 3 വയസ്സുകാരി കുഴൽക്കിണറിൽ വീണു. NDRF, SDRF സേനകൾ കുഞ്ഞിനെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഇത്തരത്തിലുള്ള അപകടങ്ങൾ രാജസ്ഥാൻ അടക്കമുള്ള ഇടങ്ങളിൽ പതിവാണ്. ഏതാണ്ട് ഒരാഴ്ചയ്ക്കുള്ളിലാണ് ഒരു കുട്ടി മരണമടഞ്ഞ വിവരം. ഒരുപാട് ശ്രമിച്ചെങ്കിലും രക്ഷാദൗത്യം പരാജയപ്പെട്ട് കുട്ടി മരണമടഞ്ഞ വാർത്ത നമുക്ക് മുന്നിലേക്ക് എത്തിയത്. വീണ്ടും ഇപ്പോൾ രാജസ്ഥാനിൽ കുഴൽക്കിണർ അപകടം നടന്നിരിക്കുന്നു. രേഷ്മ ശാന്ത അശോകൻ ചേരുകയാണ് നാഷണൽ ഡെസ്കിൽ നിന്നും. രേഷ്മ, എന്താണ് പുറത്തുവരുന്ന വിവരങ്ങൾ? കുട്ടിയെ രക്ഷിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ഏത് തരത്തിൽ നടക്കുന്നു? എപ്പോഴായിരുന്നു ഈ സംഭവം? ലക്ഷ്മി, രാജസ്ഥാനിലെ കോട്ട്പുത്ലി ബഹ്റാർ ജില്ലയിൽ ഇന്നലെയോടെയായിരുന്നു ഈ സംഭവം. സ്വന്തം കൃഷിയിടത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കുഞ്ഞ് 150 അടി താഴ്ചയുള്ള കുഴൽക്കിണറ്റിലേക്ക് കാലുതെറ്റി വീഴുകയായിരുന്നു. സംഭവം കേൾക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഭീകരത മനസ്സിലാക്കാൻ സാധിക്കും. കാരണം 150 അടി താഴ്ചയുള്ള കുഴൽക്കിണറ്റിലേക്കാണ് കുഞ്ഞ് വീണിരിക്കുന്നത്. കുഞ്ഞ് വീണപ്പോൾ തന്നെ ഇന്നലെ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു. കുഞ്ഞിന് ശ്വാസതടസ്സം ഉണ്ടാകാതിരിക്കാനായി ആവശ്യമായ ഓക്സിജനും കുഴൽക്കിണറ്റിലേക്ക് ലഭ്യമാക്കി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ കുട്ടി സുരക്ഷിതമാണോ, കുട്ടി സുരക്ഷിതമായി ഇരിക്കുന്നോ, കുഞ്ഞിൻ്റെ ചലനം, ദിശ എന്നിവ അറിയാനായിട്ട് ക്യാമറ വഴി കുഞ്ഞിൻ്റെ നിരീക്ഷണവും നടത്തി വരുന്നുണ്ട്. NDRFൻ്റെയും SDRFൻ്റെയും സേനകൾ സംയുക്തമായി ചേർന്നാണ് കുഞ്ഞിൻ്റെ രക്ഷാപ്രവർത്തനം നടത്തി വരുന്നത്. അതുപോലെ കുഞ്ഞിനെ കുഴൽക്കിണറ്റിൽ നിന്ന് പുറത്തെത്തിക്കാനായിട്ട് കുഴൽക്കിണറിന് സമീപത്തായി JCB ഉപയോഗിച്ച് കുഴിയെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമുക്കറിയാം, ഈ കുഞ്ഞ് ഇന്നലെയാണ് കുഴൽക്കിണറ്റിലേക്ക് വീണത്. അതിനാൽ തന്നെ കുഞ്ഞിൻ്റെ ആരോഗ്യനില തൃപ്തികരമായിരിക്കുകയില്ല. ഓരോ നിമിഷവും മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഓക്സിജൻ ലഭ്യമാക്കുന്നത് പോലെ തന്നെ കുഞ്ഞിന് ആവശ്യമായ ഭക്ഷണം എത്തിക്കാനും ശ്രമം നടത്തി വരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭ്യമാവുകയുള്ളൂ ലക്ഷ്മി. എന്തായാലും കുഞ്ഞ് എത്രയും വേഗം കരയിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ലക്ഷ്മി. രാജസ്ഥാനിൽ വീണ്ടും കുഴൽക്കിണറിൽ വീണുള്ള അപകടം. ഈ അപകടങ്ങൾ, ഇത്തരത്തിലുള്ള അപകടങ്ങൾ അവിടെ തുടർക്കഥയാണ്. മൂടിയില്ലാത്ത കിണറുകൾ, കുഴൽക്കിണറുകൾ വലിയ തോതിൽ അപകടം വരുത്തിവെക്കുന്നത് നമ്മൾ എല്ലായ്പ്പോഴും കാണുന്നു. ഇപ്പോൾ ഒരു 3 വയസ്സുകാരിയാണ് കുഴൽക്കിണറിലേക്ക് വീണിരിക്കുന്നത്. അവിടെ രക്ഷാപ്രവർത്തനം തകൃതിയായി നടക്കുന്നുണ്ട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നാഷണൽ ഡെസ്കിൽ നിന്നും രേഷ്മ ശാന്ത അശോകൻ.